സത്യസന്ധമായി ഒരു കുടുംബത്തിൽ സംഭവിക്കാവുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും അങ്ങനെ ക്ലിയർ ആയി നമുക്ക് കാണിച്ചു തരുക ചെയ്യുന്നത്. ബേബി ഗേൾസ് എന്ന് പറയുമ്പോൾ മറ്റേ ബാർബി ഡോളും, അപ്പോൾ ശരിക്കും അവർക്ക് ഇഷ്ടമായിരിക്കില്ല, പക്ഷെ അത് അങ്ങനെ അങ്ങ് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഊണിലും ഉറക്കത്തിലും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാൻ വേറെ സബ്ജക്റ്റ് ഒന്നുമില്ല. കൂടുതൽ സിനിമ വരണം, എന്തായിരിക്കും വരാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാരക്ടർ തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? കുറച്ചും കൂടി കച്ചവട സാധ്യതയുള്ള, കൊമേഴ്ഷ്യലി വാല്യൂ ഉള്ള ഒരു മൂവി ഷോൾഡർ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ ഭയങ്കര കൊമേഴ്ഷ്യലാണ്. ഫാമിലി സിനിമയുടെ വിശേഷങ്ങളുമായി ദിവ്യപ്രഭ, നിൽചേക്ക് ബേബി, സ്വാഗതം. താങ്ക് യു. ഈ സിനിമ ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ സ്വീകാര്യത ലഭിക്കുകയും ആളുകൾ ക്യൂ നിന്ന് കാണാൻ തീരുമാനിക്കുകയും ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അത് അത്ര ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ്? അതാ, അപ്പം ഇങ്ങനെ ഒരു സിനിമ, അതായത് കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു സിനിമ, ഈ പറയുന്ന പോലെ സോ കോൾഡ് മറ്റേ എന്താ പറയുക അടിപിടി ബഹളം അങ്ങനെയൊന്നും ഇല്ല, അതല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയല്ല. അപ്പം ഇങ്ങനെയൊരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ സാധാരണ എപ്പോഴും OTT വരിക, അല്ലെങ്കിൽ ആൾക്കാർ ചെറിയ മൊബൈലിൽ വെച്ച് മാത്രം കാണുക, അല്ലെങ്കിൽ ഫെസ്റ്റിവലിന് മാത്രം ഒന്ന് ചർച്ച ചെയ്യാവുക, അങ്ങനെയാണല്ലോ. തിയേറ്ററിൽ വരുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമുണ്ട്. കാരണം ബിഗ് സ്ക്രീനിൽ തന്നെ പരമാവധി ആളുകളിലേക്ക് എത്തുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു വേറൊരു രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്ന ആശയം, കുടുംബം ബേസിക്കലി എങ്ങനെയായിരിക്കണം, കുടുംബത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, നമ്മുടെ ഇവിടെ കുടുംബത്തെക്കുറിച്ച് ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ പറ്റില്ലാത്ത അത്രയും വിശദമായി കാണുന്ന ഒരു സ്ഥലമാണ്. സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇപ്പോൾ ഫെസ്റ്റിവലിന് അപ്പുറത്തേക്ക് ഒരു സാധാരണ പ്രേക്ഷകൻ ആ സിനിമയുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത് തോന്നുന്നത്? ഇപ്പൊ സാധാരണ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു കുടുംബ ചിത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ല ഈ ഒരു സിനിമയിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണെങ്കിലും, കഥാപാത്രങ്ങളിലൂടെ അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം ചിലപ്പോൾ ഒരു വളരെ സാധാരണ ഒരു പ്രേക്ഷകൻ അത് എത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഡോൺ പാലത്ര എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറിന് അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഓഡിയൻസും ഈ സിനിമ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ പിന്നെ ഡോണിൻ്റെ ഫസ്റ്റ് തിയേറ്ററിക്കൽ റിലീസാണ്. ഇതുവരെയുള്ള എല്ലാ മൂവീസും ഒരു എന്തെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ ഒരു മൂവി തിയേറ്ററിൽ വന്നിട്ട് കുറേ നാളായി. അപ്പോൾ പേഴ്സണലിയും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ ചോദിച്ച പോലെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര സുഖമൊന്നും ഉണ്ടാവണമെന്നില്ല. ഇത് കണ്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും നമുക്ക്. ഇപ്പോൾ ട്രെയിലർ കാണുമ്പോഴും കുറച്ച് ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പം അങ്ങനെ പക്ഷേ എല്ലാവരും ഈ സിനിമ കാണണമെന്ന് തോന്നുന്നു. കാരണം പേര് പോലെ തന്നെ എന്താ പറയുക, ഒരു ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എല്ലാ ആൾക്കാരും കാണണം എന്ന് തോന്നുന്നു. സത്യസന്ധമായി ഒരു കുടുംബത്തിൽ സംഭവിക്കാവുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും അങ്ങനെ ക്ലിയർ ആയി നമുക്ക് കാണിച്ചു തരുക ചെയ്യുന്നത്. പല ആളുകളും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ ഇങ്ങനെ നമുക്ക് സംഭവിച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മളും പല കാര്യങ്ങളും ഇങ്ങനെ മറച്ചല്ലോ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഒരു ഇതിനു വേണ്ടി, പേരിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സൽപ്പേര് നിലനിർത്താൻ വേണ്ടി, ഒരു സ്റ്റാറ്റസിന് വേണ്ടി അങ്ങനെ ചെയ്താൽ അങ്ങനെയുള്ള പല തോട്ട്സും ആളുകളുടെ ഉള്ളിൽ കൂടെ പോകും എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ കുടുംബം എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾക്കറിയാം പല കാര്യത്തിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുടുംബത്തിന് പുറത്തിറങ്ങിയാൽ അത് സൽപ്പേര് പോകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയില്ല. ഇതിപ്പോ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരു വീട്ടിലൊരു പെൺകുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായാൽ അപ്പൊ അത് ഉൾപ്പെടെ ഹൈഡ് ചെയ്യുന്ന കാര്യത്തിൽ തൊട്ട് തുടങ്ങുന്ന കാര്യമാണത്. അതിനേക്കാൾ ഉൾപ്പെടെ ചെറുപ്പത്തിൽ ഈ നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ, അതിൽ പോലും ഭയങ്കര ഇൻജസ്റ്റിസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. ഇപ്പൊ നമ്മുടെ ഒക്കെ ഫാമിലിയിൽ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഈ പേരിന് വേണ്ടിയിട്ട്, സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തറിയരുത്, തൊട്ടടുത്തുള്ള വീട്ടിൽ പോലും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പല വീട്ടിലും ഇത് പറയണ്ട കേട്ടോ. എന്തിനാ ഇപ്പൊ പറയുന്നത്? ഇപ്പം ഈ പ്രണയം, ഇപ്പൊ പെൺകുട്ടികളുടെ പ്രണയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചുമ്മാ ഏറ്റവും ചെറിയ കാര്യം ഒരു മാർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ 10th-ലെയും +2-ന്റെ ഒക്കെ എക്സാമിന്റെ മാർക്ക് പോലും അതുപോലും ടെൻഷനാണ്. കാരണം ബാക്കിയുള്ളവരെ അറിയിക്കുമ്പം നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇങ്ങനെ കിട്ടി, അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും ഡോക്ടേഴ്സാ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അപ്പം ഇതിനും അപ്പുറം നമ്മുടെ കുടുംബത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലേ. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. വളരെ വൃത്തികെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളും ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഇതും ഉണ്ടാവും. നല്ലതിനെ കുറിച്ച് എല്ലാവർക്കും പറയാൻ താല്പര്യമാണ്. ഈ മോശത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൂടി വെക്കും, എങ്ങനെയെങ്കിലുമൊക്കെ മൂടി വെക്കും. അത് മൂടി വെക്കും തോറും ഇപ്പുറത്ത് അയാൾ പക്ഷേ ഭയങ്കര സേഫ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ വീണ്ടും നമ്മുടെ ഏറ്റവും അടുത്ത ഫാമിലിയുടെ തന്നെ ഒരു വലയം കിട്ടുന്നത് മാതിരിയാണ്, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പം ഈ സിനിമ കാണുമ്പം നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ ഒരു പോയിന്റ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആവും.
എന്തെല്ലാം കാര്യങ്ങളെയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവരാതെ അല്ലെങ്കിൽ അയാളെ കൂടുതൽ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എത്രമാത്രം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അയാൾക്ക് അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു വലയം കെട്ടി കൊടുക്കുക. ചിലപ്പം വീട്ടിൽ കുറച്ച് നാടകങ്ങളൊക്കെ നടക്കുമായിരിക്കും, എന്ത് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പം കുറച്ച് പേടിപ്പിക്കുമായിരിക്കും, കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കുമായിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ കരയുമായിരിക്കും, കണ്ണുനീര് കാണിക്കുമായിരിക്കും. പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിന് സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഈ സിനിമയ്ക്ക് പുറത്ത് നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത്, കുടുംബങ്ങളുടെ സ്വഭാവം, അത് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. പക്ഷേ ഇവിടെ ഒരു വലിയ റെവല്യൂഷൻ നടക്കുന്നുണ്ട്. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ജീൻസ് ഇടുന്ന പെൺകുട്ടികൾക്ക് കുടുംബത്തിൽ വലിയ പ്രശ്നം നേരിടേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ജീൻസ് അവരോടി അംഗീകരിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യമാകുന്ന ഒരു വസ്ത്രമായി അത് മാറുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഒരു കുറെ പേരുടെ രക്തസാക്ഷിത്വം ഉണ്ടാവും. കാരണം ആദ്യം ഇട്ടവരെല്ലാം ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്, മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അത് നോർമൽ ആയത്. അപ്പം അത്ര ഒരു വലിയ സമരം കുടുംബത്തിൽ നടക്കുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും അത് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലും ഞാനും കുറെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മറ്റേ ജെൻഡർ ഇക്വാലിറ്റി പരിപാടികളൊക്കെ ഇങ്ങനെ എല്ലാവരും പറയത്തില്ലേ എന്ന് പറയുന്ന പോലത്തെ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺപിള്ളേരായിരുന്നു. എന്റെ വീട്ടിലും അതാ. അപ്പൊ നമ്മളും ഒരുപാട് കാര്യങ്ങളിൽ, പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ പപ്പയും മമ്മിയും കുറെയൊക്കെ എന്നെ വിട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ആൺകുട്ടികളുടെ അടുത്താണ് കൂടുതൽ കൂട്ടെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളില് ഓക്കെ അവർക്ക് എന്നെ ട്രസ്റ്റ് ആണ്, പക്ഷെ എന്നാലും ഒരു സംശയത്തിന്റെ ഒരു പൊടി മമ്മി ഇടയ്ക്ക് ഓരോ ഇതൊക്കെ അങ്ങനെയല്ലല്ലോ അല്ലേ, മമ്മി ഒരു സേഫ് ആക്കാൻ വേണ്ടിട്ട് അങ്ങനെയല്ലല്ലോ അല്ലേ. ഇനിയിപ്പൊ അങ്ങനെ ആയാലും ഇപ്പൊ പക്ഷെ ആ പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ശരിക്കും ചിന്തിക്കുമ്പോൾ എന്റെ ചേച്ചിയുടെ പിള്ളേരൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ക്രഷ് തോന്നിയാൽ, ഒരു ഇഷ്ടം തോന്നിയാൽ വന്ന് ചേച്ചിമാരോടൊക്കെ പറയും, അമ്മാ ഇന്ന് എനിക്ക് അങ്ങനെയാകുമ്പോ എനിക്ക് അതിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. സോ അങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് നടക്കുന്നുണ്ട് ആക്ച്വലി. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് കുടുംബത്തിനകത്ത് ഇപ്പം ഒരു പ്രോഗ്രഷൻ എന്തായാലും ഉണ്ട്. ഡെമോക്രസി കൂടുതലായിട്ട് വളരുന്നുണ്ട്. പിന്നെ വളരുന്നുണ്ട്. പക്ഷെ ഈ കുടുംബം എന്നുള്ള വാക്ക് അതിനെ നമ്മൾ നോക്കി കാണുന്നത് കുറച്ചും കൂടി മാറണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഒരു ഇപ്പോ ഫ്ലാറ്റുകൾ തന്നെ ഇവിടെ റെന്റിന് കൊച്ചില് ഫാമിലി ആയിട്ടാണോ എന്ന് ചോദിക്കും. അപ്പം വാട്ട് യു മീൻ ബൈ ഫാമിലി എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഫാമിലി, ഇപ്പൊ നമുക്കൊരു കൂട്ടം ഫ്രണ്ട്സ് ആയിരിക്കാം നമുക്ക് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റ് മാറണം എന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാള് അത്യാവശ്യം വലിയ നിലയിൽ പഠിച്ചും കഷ്ടപ്പെട്ടും ഒക്കെ എത്തിയാലും സെറ്റിൽ ആവുന്നത് കല്യാണം കഴിച്ചാലേ ഉള്ളൂ എന്നാണ് ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിൽ. എപ്പോഴാ സെറ്റിൽഡ് ആവുന്നതെന്ന് ചോദിക്കും. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാരണം. എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു പ്രഷറോ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ ഈ പറഞ്ഞ ജീൻസ് ഇടുന്നത്, ഡ്രസ്സിന്റെ കാര്യങ്ങൾ, അതൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പ്രഷർ ഇല്ല കല്യാണം കഴിക്കുന്നത്. പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കാണ് ആ പ്രശ്നം തോന്നാറുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്കാണ് ആ പ്രശ്നം. അപ്പൊ എന്താണ് സെറ്റിൽമെന്റ് എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. എന്നാൽ മാത്രമേ ഒരാൾക്ക് സെറ്റിൽഡ് ആവാൻ പറ്റുള്ളൂ. പക്ഷെ അതിനൊരു അവസാനം ഉണ്ടോ? കല്യാണം കഴിയുമ്പോൾ അടുത്ത വിഷയം വന്നില്ലേ, കല്യാണം കഴിഞ്ഞ് അതെ മറ്റേ കുട്ടിയില്ലെങ്കിൽ മറ്റേ പൂർത്തിയാവില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് സെറ്റിൽഡ് ആയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കല്യാണം കഴിഞ്ഞ് എന്നാ കുട്ടിയാവുന്നത്? അതെ. ചെറിയ കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഈ എന്താ പറയാ കാറും ജീപ്പും അങ്ങനെ ഈ വെഹിക്കിൾസിന്റെ ഒന്നും ടോയ് ഒന്നും പെൺകുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കില്ല. അതെ അത് ബോയ്സിന് കൊടുക്കും. ബേബി ഗേൾസ് എന്ന് പറയുമ്പോൾ മറ്റേ ബാർബി ഡോളും. അപ്പോ ശരിക്കും അവർക്ക് ഇഷ്ടാതായിരിക്കില്ല, പക്ഷെ അത് അങ്ങനെ അങ്ങ് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമയിലെ വിശേഷങ്ങൾ പറഞ്ഞാല് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന കുറെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജേണി ഇപ്പോഴും തുടരുകയാണ്. അറിയിപ്പില് വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് നടത്തി. അതിന് അത്രയും പെർഫോമൻസ് നടത്തിയതിനേക്കാൾ കൂടുതൽ റീച്ച് എനിക്ക് തോന്നുന്നത് ഈ ആളുകൾക്കിടയിൽ ഉണ്ടായത് ബബ്ദി ടീച്ചറിലാണെന്ന് തോന്നുന്നു. തമാശയിലെ ബബ്ദി ടീച്ചർ ഭയങ്കരമായി ഇപ്പോഴും ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായി മാറുന്ന രീതിയിലുണ്ടായി. അപ്പോൾ സിനിമയിലെ ജേണി നിൽക്കുമ്പോഴും ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. ഈ ലോക്പാലില് വഴി കൂടെ പോയപ്പം അഭിനയിച്ച ഒരാൾ, സിനിമയാണ് വഴിയെന്ന് പിന്നീട് തീരുമാനിച്ച ഒരാൾ, ഈ സ്ട്രഗ്ലിംഗ് എന്നാണ് അവസാനിക്കുക? ഒരിക്കലും എനിക്കറിയില്ല എന്ന് അവസാനിക്കുന്നത്. നമ്മൾ അതിനെ കാണുന്ന പോലെയാണ്. ആസ് എൻ ആക്ടർ എനിക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് എനിക്ക് അങ്ങനെ ഒരു ഇല്ല. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഇല്ല. പക്ഷേ സ്ട്രഗ്ലിംഗ് ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിൽ കൂടി ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബബിത ടീച്ചർ ശ്രദ്ധിക്കാൻ കാരണം അത് തിയേറ്ററിൽ റിലീസായിട്ടുള്ള ഒരു കച്ചവട സിനിമ തന്നെയാണ്, ഒരു ഫെസ്റ്റിവൽ. ബാക്കി ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതും ഫെസ്റ്റിവൽ മൂവീസാണ്. അപ്പം നമുക്കത് ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മളിപ്പം ആസ് ആൻ ആക്ടർ എനിക്ക് പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ലൈവ്ലി ആയിട്ടുള്ള, കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടുള്ള വേറെ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഞാനത് ടാക്കിൾ ചെയ്തിട്ടില്ല.
എനിക്കറിയില്ല, സ്ട്രഗ്ലിംഗ് ആണ് ഇപ്പോഴും. ഈ സിനിമയില് അവസരങ്ങളുടെ കാര്യത്തില് സ്ത്രീകളായതുകൊണ്ട് അവസരങ്ങൾ കുറയുന്ന ഒരു സാഹചര്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം തിരക്കഥ ഉണ്ടാവണം, സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവണം. അപ്പം എന്നാൽ അതൊരു വലിയ ഫാക്റ്റാണ്. ഇപ്പം കുറച്ച് പണ്ടത്തെ സിനിമകൾ നോക്കും, പക്ഷെ എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് നമ്മളിലോട്ട് എത്തണം. അത് എന്തോ ഒരു സാധനം എവിടെയോ കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. അത് ഇപ്പം ഈ ആൾക്കാർ പറയുന്ന പോലെ ഒരു ബ്രേക്ക്. അപ്പം നമ്മൾ ഷോൾഡർ ചെയ്യുന്ന, ഇപ്പം എന്നെ സംബന്ധിച്ചിപ്പോൾ അറിയിപ്പ് ഞാൻ ഷോൾഡർ ചെയ്തൊരു മൂവിയാണ്. തമാശയൊന്നും ഞാൻ വിനയ് ഫോർട്ട് ഷോൾഡർ ചെയ്തൊരു മൂവിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കിട്ടിയ അഭിപ്രായങ്ങൾ വെച്ചിട്ട് അത് ഞാൻ സക്സസ് ആയിട്ടാണ് തോന്നുന്നത്, ആ ഒരു അറിയിപ്പ് മുഴുനീള ക്യാരക്ടർ. അപ്പം അതുപോലെ തന്നെ കുറച്ചും കൂടി കച്ചവട സാധ്യതയുള്ള, കൊമേഴ്ഷ്യലി വാല്യൂ ഉള്ള ഒരു മൂവി ഷോൾഡർ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലോട്ട് എങ്ങനെ എത്തുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് ചിലപ്പോൾ ആൾക്കാർ ജഡ്ജ് ചെയ്യുക. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഓഡീഷൻ കൊടുക്കാൻ ഞാൻ ഇപ്പോഴും റെഡി ആയിട്ടുള്ള ആളാണ്. ഒരു ക്യാരക്ടർ ഇതുണ്ടെങ്കിൽ എനിക്ക് ഓഡീഷൻ ചെയ്തിട്ട് കിട്ടിയാൽ മതി. പക്ഷെ അത് എങ്ങനെയാണ് അതിലോട്ട് എത്തിപ്പെടുക? കാരണം അത് ഇപ്പോഴും ഒരു വലിയ ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടറിനെ വെച്ചിട്ടായിരിക്കും അവർ ജഡ്ജ് ചെയ്യുന്നത്, കാസ്റ്റിംഗ് നടത്തുന്ന ആരാണെങ്കിലും. അപ്പോ കുറെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കൊന്നും ഇവിടെയും അല്ല, നമ്മള് ഓരോ മീറ്റപ്പില് ഓരോ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഏകദേശം, അതായത് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് അറിയത്തില്ല. ഇതറിയാമെങ്കിൽ ഭയങ്കര എളുപ്പമാണല്ലോ നമുക്ക് ടാക്കിൾ ചെയ്യാൻ. അപ്പൊ എന്താണ് നമുക്കും ആഗ്രഹമുണ്ട് ചെയ്തതുപോലത്തെ അല്ലാത്ത ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുന്നത്തെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തിട്ട് ഓക്കെ ഇന്ന ടൈപ്പ് ക്യാരക്ടറിന് ഇന്ന ആൾ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഞാൻ വിചാരിക്കും നമ്മളെ ആദ്യം കാസ്റ്റ് ചെയ്തവരെ സമ്മതിക്കണം. അതെ. ഇപ്പൊ ഞാനിപ്പം അറിയിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ തന്നെയാണ്. എൻ്റെ ഒരു സെൽഫ് ഒന്നും അതിലൊട്ടുമില്ല. പക്ഷെ ഞാൻ ആ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ അത് ഷോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ അവർ പിന്നെയും എന്നെ വിളിക്കുന്നത് അതുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ്. പക്ഷെ എനിക്ക് ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അപ്പൊ പിന്നെ വേറെ തരം ക്യാരക്ടേഴ്സും നമുക്ക് ചിലപ്പോൾ ശ്രമിക്കാൻ പറ്റുമായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും. അപ്പൊ അതിന് ഫിലിം മേക്കേഴ്സും റൈറ്റേഴ്സും ആലോചിക്കേണ്ട കാര്യമാണ്. കിട്ടണം നമുക്ക് ഇവരെ വെച്ചിട്ടൊന്നും അത് ട്രൈ ചെയ്താലോ എന്നുള്ളത്. പ്രദീപ് പൂവൻകോഴിയിലെ കഥാപാത്രം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ മിക്കവാറും സിനിമകളിലൊക്കെ ഒരു ഗ്ലൂമി പേസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷെ അതും ഭയങ്കര പാടാണ്. എന്നെ സംബന്ധിച്ചിട്ട് അത് അഭിനയിക്കാൻ നമ്മള് അത്ര ഈസി ഒന്നും അല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഇതുവരെ എൻ്റെ ഒരു സെൽഫ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം വേറെ തന്നെ ഏതോ ആൾക്കാരാണ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം. നമ്മൾ ഊണിലും ഉറക്കത്തിലും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാൻ വേറെ സബ്ജക്റ്റ് ഒന്നുമില്ല. കൂടുതൽ സിനിമ വരണം, എന്തായിരിക്കും വരാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാരക്ടർ തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്, കുറച്ചുകൂടി നല്ല ക്യാരക്ടർ വന്നിരുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള, നല്ലതെന്നല്ല കേട്ടോ, വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടർ വന്നിരുന്നെങ്കിൽ. അത് ഒരു മുഴുനീളമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പം വളരെ കുറച്ച് സീനേ ഉണ്ടാവുമായിരിക്കുള്ളൂ, പക്ഷേ ഒരുപക്ഷെ മുഴുനീളമായിരിക്കും എങ്ങനെയാണെങ്കിലും. ഇപ്പൊ ഫീനിക്സിലെ കഥാപാത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ എക്സൈറ്റ്മെന്റ് കണ്ടിരുന്നു. അതിലൊരു വ്യത്യസ്തത ഉള്ളത് കൊണ്ട്. അതെ, കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു നിൽജി ഇല്ല. അപ്പം ആ ക്യാരക്ടർ അത്രയും മുതിർന്ന സ്ത്രീയും കൂടിയാണ്, വേറൊരു രൂപവും ഭാവവും മൊത്തത്തില്. കാരണം ഞാൻ മറ്റേ തിയേറ്റർ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാനാണ് എന്നൊക്കെ ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുകയോ ചെയ്തേ. ലൈക്ക് അത്രയും ഒരു വ്യത്യാസം എല്ലാം കൊണ്ടും ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രഗ്ലിംഗിലാണ്. ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറുകൾ വരുന്നത് അതാണ് ഇല്ലാത്തത്. നമുക്ക് ഇത്രയും കൂടെ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇത്രയും ഇവരെ കൊണ്ട് പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള കഥാപാത്രങ്ങൾ. ജീവിതത്തിൽ ഭയങ്കര കൊമേഴ്ഷ്യൽ ആണ്. അതാ നമ്മള് ഭയങ്കര നമ്മള് തേടിയിരുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടി വരുന്നു. അതത്ര ഈസി അല്ല ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക്. ഈ സിനിമയിൽ ഇത് സൂചിപ്പിച്ചതിൻ്റെ ഒരു വിശാലമായ സ്പേസിൽ പറയുകയാണെങ്കിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരു സമീപകാലത്ത് തന്നെ വലിയ തരത്തിൽ സിനിമയിൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ശക്തമായ അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പോൾ വല്ലാതെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്ന് തോന്നപ്പെടുന്ന രീതിയിലാണ് ഇൻഡസ്ട്രി പോകുന്നത്. അവർക്ക് കൃത്യമായ സ്പേസുകൾ ഇല്ലാതാവുന്നു. അന്ന് ചോദ്യം ചോദിച്ച പല ആളുകളും ഫീൽഡിലുണ്ടോ എന്ന് പോലും സംശയമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ സൈഡ് ലൈൻ ചെയ്യാൻ ഇപ്പോഴും കൃത്യമായി അറിയാതെയാണെങ്കിലും ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു കാര്യമല്ലേ? ചോദ്യങ്ങള് ഇപ്പൊ അതിന്റെ ഒരു വ്യക്തമായ റീസൺ അത് മാത്രമാണോ എനിക്ക് എനിക്ക് അത്ര അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ച ആളുകളെ ഒന്നും ഇപ്പൊ കാണുന്നില്ല അല്ലേ? പല വിഷയങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ എപ്പോഴും മൈനോറിറ്റി ആയിരിക്കുമല്ലോ. അതെ, അപ്പം
പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ മെജോറിറ്റി ആണെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് എല്ലാ കാലത്തും എല്ലാ സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിൽജിക്ക് കുറച്ചുകൂടി കണക്ട് ആവുമായിരിക്കും. പണ്ട് ഈ ആർജി ആയിരുന്ന സമയത്ത് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളോടൊക്കെ പ്രതികരിക്കാമായിരുന്നു. നിരന്തരം നമ്മുടെ ശബ്ദമായിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറയായിരിക്കും. ഇപ്പം അതിനുള്ള സാധ്യത വല്ലാതെ അങ്ങ് കുറഞ്ഞില്ലേ? കുറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4 മണിക്കൂർ ഞാൻ തന്നെ സ്റ്റുഡിയോയിൽ എനിക്കൊരു മൈക്കുണ്ട്. എനിക്കറിയാം എൻ്റെ ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റെ ആശയങ്ങൾ എനിക്ക് പറയാമായിരുന്നു, സംസാരിക്കാമായിരുന്നു, ആളുകളുമായിട്ട് കണക്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ ഒരു കൂട്ടത്തിലെ ഒരാളായിട്ടാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രൊഫഷൻ മാറി. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡ്രീം പ്രൊഫഷനിലാണ് ഉള്ളത്. ഞാനൊരു ആക്ടറാണ്. അപ്പോൾ ഒരു ആക്ടർ ആകുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത്രയും ആളുകളോട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, സംസാരിക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്ലാറ്റ്ഫോം മാറി. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല നമുക്ക്, അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ആ ഡിഫറൻസ് ശരിക്കും ഉണ്ട്. പിന്നെ മാത്രമല്ല, പണ്ട് പറഞ്ഞ പോലെ ഇപ്പോൾ കാര്യങ്ങൾ പറയാനും പറ്റില്ലായിരിക്കും അല്ലേ? അങ്ങനെ പ്രശ്നമുണ്ടോ? പണ്ട് പറഞ്ഞതുപോലെ എവിടെ ഇപ്പോൾ പറയണ്ടേന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞിരുന്നത് അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് ഗേൾസ് ഒരു സ്ക്രീമിനെ പറ്റിയിട്ടാണ്. പെൺകുട്ടികൾ എപ്പോഴും നിങ്ങൾ ശബ്ദം ഉയർത്തണം. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ശബ്ദം കൊണ്ട് ഒരുപാട് ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ് പല സിറ്റുവേഷൻസിലും. അപ്പം നിങ്ങൾ ശബ്ദം ഉയർത്തണം, നിങ്ങൾ റിയാക്ട് ചെയ്യണം, നിങ്ങൾ സംസാരിക്കണം നിങ്ങളുടെ ഓരോ പോയിന്റിലും എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു വേസ്റ്റ് ഇടുന്നത് പോലെയാണ്. എനിക്കാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര കലിയാണ്. എൻ്റെ കൂടെ വരുന്നവരൊക്കെ മറ്റേ കാറിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനം ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഇവർ പെട്ടെന്ന് എങ്ങാനൊരു ശീലം കൊണ്ട് ഇടാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയാൽ പോലും അപ്പം എന്നെ നോക്കും. കാരണം അങ്ങനത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ ചുറ്റോട്ടത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു വേദിയില്ല. ഇപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് റിവ്യൂ വലിയ ചർച്ചയായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ റിവ്യൂ സിസ്റ്റം, അതിനെ തന്നെ ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. റിവ്യൂ ഇങ്ങനെ വേണോ, ഇത്രയും റിവ്യൂ ചെയ്യണോ, ഇങ്ങനെ സിനിമയെ അധിക്ഷേപിക്കുന്ന ഭാഷ ആവശ്യമാണോ? അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വേർഷൻ ഉണ്ട്. ദിൽജിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഒരാളുടെ സ്വാതന്ത്ര്യം ഉണ്ട് ഇത് റിവ്യൂ ചെയ്യുന്നതിൽ, അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യമുണ്ട്. സിനിമ ഇങ്ങനെ വിമർശിക്കപ്പെടേണ്ടതാണോ, അധിക്ഷേപിക്കുന്ന തരത്തിൽ വിമർശിക്കപ്പെടേണ്ടതാണോ എന്നുള്ള ചോദ്യമുണ്ട്. 2 വേർഷൻ ഉണ്ട് ഇതിൽ. അല്ല, ഒന്നുമില്ല. ഇതിനിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വ്യക്തമായ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണോ? കാലം മാറി, ഇന്റർനെറ്റ് ആണ്, എല്ലാവർക്കും അവനവൻ്റെ ഇതുണ്ട്. അവർക്കും യൂട്യൂബിൽ ഇത് ചെയ്യുമ്പോൾ അവർക്ക് വരുമാനമാണ്. ആ വരുമാനത്തെ വേണ്ടാന്ന് പറയാനുള്ള നമുക്കൊന്നുമില്ല. അവർക്ക് അവരുടെ അന്നത്തിന് വേണ്ടിയിട്ട് അവർ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വഴിയായിരിക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഓഫ് കോഴ്സ്, കണ്ടിട്ട് അവർക്ക് അഭിപ്രായം പറയാം. അത് സ്വന്തം കൂട്ടുകാരോട് പറയണോ, വീട്ടിലിരുന്ന് പറയണോ, ഓൺലൈനിൽ പറയണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ചോയ്സാണ്. ഇതൊരു സൈഡ്. ഇപ്പുറത്തെ സൈഡ് ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമയാണ്. അതിനകത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയെ എന്തെങ്കിലും സംഭവങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇതിനൊന്നും നമുക്കൊരു വ്യക്തമായിട്ട് ഏതിനോട് നമ്മൾ നോ പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് നമ്മൾ പറയാൻ നമ്മൾ ആരുമല്ല അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോരുത്തരും മമ്മൂക്ക പറയുന്ന പോലെ നിങ്ങൾ എല്ലാം കേൾക്കും, എന്തും ചെയ്തോ, പക്ഷെ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള മൈൻഡോടെ പോയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് പോയിരുന്ന് കാണും. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഒന്നിനെയും നമുക്ക് തടസ്സം പറയാൻ പറ്റില്ല. അത് അവരുടെ തന്നെയാണ്, ഇത് ഇവരുടെ തന്നെയാണ്. സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ, സമാന്തര സിനിമകൾ, നമ്മുടെ ലോകത്ത് സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്, മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ഈ സമാന്തര സിനിമകളിലൂടെയാണ്. പക്ഷെ സമാന്തര സിനിമകൾ ആവശ്യപ്പെടുന്നൊരു വേദി ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുണ്ട്. അപ്പം ഫാമിലി വരികയാണ് തിയേറ്ററിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കുടുംബമായിട്ട്, അത് എന്നുവെച്ചാൽ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരുടെയും കുടുംബം, അതിന് ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് വന്ന് അത് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ഒരുപാട് കണ്ട് ശീലം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിനിമ. നമുക്ക് ഇതുവരെ വന്ന എല്ലാ കുടുംബ ചിത്രങ്ങളും നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു കാര്യം, ഈ ഇത്തരത്തിലുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് സംസാരിച്ചിട്ടുള്ള സിനിമകൾ വളരെ കുറവാണ്. എനിക്ക് പറയാനുള്ളതും അതാണ്. കാരണം ഇതുവരെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയത്തെ ഏറ്റവും സത്യസന്ധമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ സിനിമ ചെയ്യുന്ന ഒരു വലിയ കാര്യം. ആൻഡ് ഇതിനകത്തെ ഓരോ കഥാപാത്രങ്ങൾക്കും അവർ കൊടുത്തിരിക്കുന്ന ഒരു ഡോൺ ചേട്ടൻ കൊടുത്തിരിക്കുന്ന ഒരു പ്ലേസ്മെൻ്റ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു സ്റ്റോറി ഉണ്ട്, അവർ കടന്നു പോകുന്ന ഇമോഷൻസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ലേ സിനിമ നിങ്ങൾക്ക് തരിക. ഫാമിലി എന്നുള്ള പേര് കൊണ്ട് നമ്മൾ സാധാരണ നമുക്ക് സിനിമകൾ തന്നിട്ടുള്ളതായിരിക്കില്ല ഈ ഫാമിലി എന്നുള്ള പേര് കൊണ്ട്. എന്നാൽ അസാധാരണമായിട്ടുള്ള കുടുംബം അല്ല, ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതാണ് ഇത് ശരിക്കും റിലേറ്റ് ചെയ്യും. ഇതാണ് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി പടം എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നാം. ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഷെയ്ഡ് ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും മറ്റേ ആഘോഷിക്കുന്നു, അത് മാത്രമല്ലേ കാണുന്നുള്ളൂ.
അപ്പുറത്തെ ഷെയ്ഡിൽ അതും കാണണം ഇതും കാണണം. അതാ അത് വരച്ച് കാണിച്ചിരിക്കുന്നു. ഏതാണെങ്കിലും സിനിമ ഒരു പുസ്തകം വായിക്കുന്ന പോലെ തന്നെ, ഒരു കവിത ആസ്വദിക്കുന്ന പോലെ തന്നെ ഒഴുക്കുള്ള സിനിമയാണ്. ആ സിനിമയ്ക്ക് അത്തരത്തിലുള്ള വേദികൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിൽ മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ, കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു താങ്ക് യു സോ മച്ച്.